PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എൻ്റെ വിഷയം അപ്പം ഞാൻ പറയാൻ പോകുന്നത് മാടുമ്പ് കുഞ്ഞുകുട്ടനാണ്. പ്രശസ്തനായ ഒരു മലയാള സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമാണ് മാടുമ്പ് കുഞ്ഞുകുട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മാടുമ്പ് ശങ്കരൻ നമ്പൂതിരി. 1941 തൃശ്ശൂർ ജില്ലയിലെ കിരിയല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1983 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി ഇദ്ദേഹത്തിന് മഹാപ്രസ്ഥാനം എന്ന നോവൽ ലഭിച്ചു. പ്രസ്തുത മലയാള ചലച്ചിത്ര സംവിധാനം ജയരാജൻ സംവിധാനം ചെയ്ത കരുണം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ച് 2000 ഇദ്ദേഹത്തിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചരിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായിരുന്നു. 2001 BJP ടിക്കറ്റിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് 2021 മെയ് 15 തൃശ്ശൂരിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ തപസ്വി കലാസാഹിത്യവേദി സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അടുത്ത വീഡിയോ PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് സാറാ തോമസ്. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയയായ മലയാള എഴുത്തുകാരിയായിരുന്നു സാറാ തോമസ്. 1934 കോട്ടയത്ത് പടക്കൽ 8ാമത് പടിക്കൽ കുടുംബാംഗമായി വഞ്ചിത്തട്ടിൽ വർക്കി മത്തുവിൻ്റെ മകളായി തിരുവനന്തപുരത്ത് ജനനം. ഓമന എന്ന വീട്ടിൽ വിളിച്ചിരുന്ന പേര്. 20ഓളം നോവലുകൾ രചിച്ചിട്ടുണ്ട്. ജീവിതം എന്ന നദി എന്ന ആദ്യ നോവൽ 34ാം വയസ്സിൽ പുറത്തിറങ്ങി. 1970 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നരമേടി പുടവുകൾ എന്ന നോവലിൽ തമിഴ് പ്രമാണ ജീവിതം ചിത്രീകരിക്കുന്ന സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവൽ 1970 വർക്ക് മുഴക്കം എന്ന സിനിമയാക്കി. ഈ സിനിമ സംസ്ഥാന ദേശീയ തലമാക്കി പുരസ്കാരം നേടി. ഇതിനു പുറമെ അഗസ്ത്യമായ പവിഴമുത്ത്, അർച്ചന എന്ന നോവലുകളുടെ ചരിത്രങ്ങൾക്കും പ്രയോഗങ്ങളിട്ടുണ്ട്. മധ്യവർഗ കേരള പഞ്ചായത്തിൽ നിന്നും വ്യത്യാസമായ ജീവിത അന്തരീക്ഷം അവതരിപ്പിക്കുന്ന സാറാ തോമസിൻ്റെ PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് ജോർജ് ഓണക്കറിനെ കുറിച്ചാണ്. നോവലിസ്റ്റ്, കഥാകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ജോർജ് ഓണക്കർ 1941 നവംബർ 16 എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്ത് ജനനം. സംസ്ഥാന സർവ്വവിജയൻ ഘോഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ ഔദ്യോഗിക ചെയർമാൻ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, ബാലകൈരളിജ്ഞാന കോശത്തിൻ്റെ ശില്പി എന്ന നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചതിനാൽ ജവഹർലാൽ നെഹ്റു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജോർജ് ഓണക്കർ. നോവലിസ്റ്റ്, കഥാകൃത്ത് എന്ന നിലയിൽ പ്രസിദ്ധനായ ജോർജ് ഓണക്കർ 1940 നവംബർ 16 എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് ജനനം. സംസ്ഥാന സർവ്വജന കോശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, റെസിഡൻറ്റ്, പ്രഥമ ഔദ്യോഗിക ചെയർമാൻ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലെ എക്കാലത്തെ നോവൽ എഴുത്തുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പി വത്സല വരെയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന മലയാള നോവൽ എഴുത്തുകാരെ കുറിച്ചുള്ളത്. പി വത്സല ഒരു മലയാള ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്. പി വത്സല നീരുറങ്ങുന്ന വഴികൾ എന്ന നോവൽ വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പി വത്സല ഒരു മലയാള ചെറുകഥാകൃത്ത്, ഒരു മലയാള ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്. പി വത്സല നീലുറങ്ങുന്ന വഴികൾ എന്ന നോവൽ വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീലുറങ്ങുന്ന വഴികൾക്ക് എന്നാണ് പി വത്സലയ്ക്ക് എഴുതി കൊടുത്തത്, കേരള സാഹിത്യം എഴുതി കൊടുത്തത് നീലുറങ്ങുന്ന വഴികളൊക്കെ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വായി PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് പെരുമ്പടം ശ്രീധരൻ. മലയാളത്തിലെ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തും തിരക്കഥാകൃത്തുമാണ് പെരുമ്പടം ശ്രീധരൻ. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്നു അദ്ദേഹം. നിരവധി നോവലുകളും ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നിരവധി പുരസ്കാരവും നേടിയിട്ടുണ്ട്. അങ്ങനെയാണ് മലയാളത്തിലെ ഒരു നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, തിരക്കഥാകൃത്താണ് പെരുമ്പടം ശ്രീധരൻ. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്നു അദ്ദേഹം. നിരവധി നോവലുകളും ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം പെരുമ്പടം ശ്രീധരനെ കുറിച്ചാണ് അറിയാൻ.
1975 അയാൾക്ക് പുരസ്കാര കളസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്തു, ലൈൻ ബട്ടൺ അമർത്തുന്നവർ ലൈൻ ബട്ടൺ എഴുതുക. അപ്പം വൈക്കം ചന്ദ്രശേഖരൻ നായർ മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു നോവലിസ്റ്റ്, നാടകകൃത്തും പത്രപ്രവർത്തകനുമായിരുന്നു വൈക്കം ചന്ദ്രശേഖരൻ നായർ. 1980 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. മലയാളത്തിലെ പ്രസിദ്ധയായ ഒരു നോവലിസ്റ്റും നാടകകൃത്തും പത്രപ്രവർത്തകനുമായിരുന്നു വൈക്കം ചന്ദ്രശേഖരൻ നായർ. 1980 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞത് PR ശ്യാമളയാണ്. മലയാളത്തെ പ്രസിദ്ധ ഒരു എഴുത്തുകാരിയാണ് PR ശ്യാമള എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മലയാളത്തെ പ്രസിദ്ധ ഒരു നോവലിസ്റ്റ്, നാടകകൃത്തും പത്രപ്രവർത്തനമായിരുന്നു വൈക്കം ചന്ദ്രശേഖരൻ നായർ. 1980 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വേണ്ടിയിട്ടുണ്ട്. ഇത്രയും PSC ടോപ്പ് വാച്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ടിട്ടുള്ള വീഡിയോസ് തന്നെ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാത്തിരിക്കുക. ബൈ. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് ഡി വർക്കിയെ കുറിച്ച് അത്ര അഭിപ്രായങ്ങളൊന്നുമില്ലായിരുന്നു. PR ശ്യാമള മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു എഴുത്തുകാരിയാണ് PR ശ്യാമള എന്ന് മാത്രമേ എനിക്ക് കിട്ടിയപ്പോൾ. അപ്പം GN പണിക്കരെ കുറിച്ച് പറഞ്ഞു. കഥാകൃത്ത്, നോവലിസ്റ്റ്, വിമർശകൻ, അദ്ദേഹം എന്ന നിലയിൽ പ്രസിദ്ധനാണ്. G പണിക്കർ മികച്ച കഥാസമാഹാരത്തിനുള്ള 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. ഡി വർക്കിയെ കുറിച്ച് വിശദമായി പറഞ്ഞില്ല. PR ശ്യാമള മലയാളത്തിലെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയാണ് PR ശ്യാമള. എത്രയും മാത്രമേ എനിക്ക് കിട്ടൂ. പിന്നെ ഇനി കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ PSC ടോപ്പ് വാച്ചിലേക്ക് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് പറയുന്നത് ലളിതാംബിക അന്തർജനത്തെ കുറച്ച് പറഞ്ഞു. മുത്തശ്ശിയായിരിക്കെ ഒരു എഴുത്തുകാരിയായിരുന്നു ലളിതാംബിക അന്തർജന. അതിശക്തിയാണ് അവർക്ക് ആദ്യ ഹിറ്റായ നോവൽ. അപ്പം ഡി വർക്കിയും PR ശ്യാമളയെക്കുറിച്ച് മലയാളത്തിൽ പ്രസിദ്ധമായ ഒരു എഴുത്തുകാരിയാണ് PR ശ്യാമള. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ഹലോ, PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് GN പണിക്കർ കഥാകൃത്ത്, നോവലിസ്റ്റ്, വിമർശകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് GN പണിക്കർ. മികച്ച കഥാസമാഹാരത്തിനുള്ള 1952 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. GN പണിക്കർ കഥാകൃത്ത്, നോവലിസ്റ്റ്, വിമർശകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. GN പണിക്കർ മികച്ച കഥാസമാഹാരത്തിനുള്ള 1952 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. അപ്പം GN പണിക്കർ കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, വിമർശകനാണ്, അധ്യാപകനാണ് എന്നതിൽ പ്രസിദ്ധനാണ്. GN പണിക്കർ മികച്ച കഥാസമാഹാരത്തിനുള്ള 1952 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഇപ്പം തന്നെ പറഞ്ഞ PSC ടോപ്പ് വാച്ച് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് ലളിതാംബിക അന്തർജനം മലയാള സാഹിത്യ ലോകത്തെ പ്രസിദ്ധമായ കഥാകൃത്തും നോവലിസ്റ്റുമായ ലളിതാംബിക അന്തർജനം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കോട്ടംപട്ടം എന്ന സ്ഥലത്ത് 1909 മാർച്ച് 30 ജനിച്ചു. ഒരു മുത്തച്ഛിയായിരിക്കെ എഴുതിയ അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിലെ ചിരപ്രതിഷ്ഠയുമായി മാറിയ അഗ്നിസാക്ഷി അതേ പേരിൽ സിനിമയായിട്ടുണ്ട്. മലയാള, ഇംഗ്ലീഷ്, സംസ്കൃത, ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഈ കവിതകളിലൂടെ സാഹിത്യ ലോകത്തെ പ്രവേശിച്ച ഇവർ കലാക്രമേണ അറിയപ്പെടുന്ന ഒരു കഥാകൃത്തുമായി. മലയാളത്തിൻ്റെ പ്രമുഖ കഥാകാരി, കൊട്ടാരക്കര കോട്ടവട്ടത്ത് ജനിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻറ്റും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡുകളും വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 1987 ഫെബ്രുവരി 6 അന്തരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്
മലയാളത്തിൻ്റെ പ്രാവീണ്യമായി ഉണ്ടായിരുന്ന കവിതകളും ഈ പ്രമുഖ എഴുത്തുകാരിയായി. നമസ്കാരം, PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PK ബാലകൃഷ്ണനാണ് കേരളത്തിലൊരു ചരിത്രകാരനും സമൂഹ രാഷ്ട്രീയ വിമർശകനും നിരൂപകനും പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായിരുന്നു PK ബാലകൃഷ്ണൻ. മുഴുവൻ പേര് പണക്കശ്ശേരി കേശവൻ ബാലകൃഷ്ണൻ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലൂടെയാണ് പ്രസിദ്ധിയിലേക്ക് ഉണർന്നത്. PK ബാലകൃഷ്ണൻ്റെ നിരൂപണാത്മകമായ ലേഖനങ്ങൾ പലരെയും പിടിപ്പിക്കുന്ന ചരിത്രത്തിൽ വളരെ ഗഹനമായും അറിവുണ്ടായിരുന്നു. അദ്ദേഹം വേർവിട്ട പാതയിലൂടെയാണ് ചരിത്രത്തെ സമീപിച്ചത്. ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജാതിവ്യവസ്ഥിതിയും കേരള ചരിത്രമെന്ന ഗ്രന്ഥത്തിലൂടെ അന്ന് വരെ ചരിത്രമാണ് വിശ്വസിച്ചിരുന്നു പലതിനെയും ചോദ്യം ചെയ്യുന്ന കേരള ചരിത്രം എന്ന പുസ്തകങ്ങളുടെയും ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചില പരാമർശങ്ങളുടെയും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ PK ബാലകൃഷ്ണനെ കുറിച്ച്. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണികൃഷ്ണൻ പുതൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ. 600ഓളം കഥകൾ രചിച്ചിട്ടുണ്ട്. 29 കഥാസമാഹാരങ്ങളും 15 നോവലുകളും ഒരു കവിതാ സമാഹാരവും ജീവചരിത്രവും അനുസ്മരണവും ഉൾപ്പെട്ട 50ലേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പുതൂർ മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ്. ഉണ്ണികൃഷ്ണൻ പുതൂർ 600ഓളം കഥകൾ രചിച്ചിട്ടുണ്ട്. 29 കഥാസമാഹാരങ്ങളും 15 നോവലുകളും ഒരു കവിതാ സമാഹാരവും ജീവചരിത്രവും അനുസ്മരണവും ഉൾപ്പെട്ട 50ലേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇതാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ. മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ. അപ്പം കഥകൾ രചിച്ചിട്ടുണ്ട് 29 600 കഥകൾ രചിച്ചിട്ടുണ്ട്. 15 നോവലുകളും ഒരു കവിതാ സമാഹാരവും ജീവചരിത്രാനുസ്മരണം ഉൾപ്പെട്ട 50ലേറെ കൃതി രചിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയുള്ളൂ ഉണ്ണികൃഷ്ണൻ പുതൂരെ കുറിച്ച് പറയാൻ. PSC ടോപ്പ് വാച്ച് അടുത്ത വീഡിയോ. ഓക്കെ. നമസ്കാരം, PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈവായിട്ട് അമർത്തു. അപ്പം എൻ ബി മുഹമ്മദ് നോവലിസ്റ്റ്, കഥാകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായി ഈ മലയാള സാഹിത്യകാരനായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കുണ്ടുങ്ങലിൽ സ്വാതന്ത്ര്യ സമരസേനയിൽ അബൂബിൻ്റെ മകനായി ജനിച്ചു. പരപ്പനങ്ങാടിയിലെ കോഴിക്കോട്ടുമായി വിദ്യാഭ്യാസം. കോഴിക്കോട് ഭവന നിർമ്മാണ സഹകരണ സംഘടന സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. കേരള കൗമുദി ദിനപത്രത്തിൻ്റെ കോഴിക്കോട് പതിവ് പ്രസിഡന്റ് എഡിറ്റർ കുറച്ചുനാൾ പ്രവർത്തിച്ചു. ജനുവരി 2 അദ്ദേഹം അന്തരിച്ചു. എന്നുവെച്ചാൽ എം പി മുഹമ്മദ് നോവലിസ്റ്റ്, കഥാകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു. മലയാള സാഹിത്യകാരനായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കുണ്ടുങ്ങലിൽ സ്വാതന്ത്ര്യ സമരസേനയിൽ NB അബൂബിൻ്റെ മകനായി ജനിച്ച് പരപ്പനങ്ങാടിയിലും കോഴിക്കോടുമായി വിദ്യാഭ്യാസം. കോഴിക്കോട് ഭവന നിർമ്മാണ സഹകരണ സംഘ സെക്രട്ടറിയായിരുന്നു. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EM കോവറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രമുഖനായ ഒരു മലയാള സാഹിത്യകാരനാണ് EM കോവർ. 2023 ഫെബ്രുവരി 1906, 30 ഏപ്രിൽ 1983, 1967 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. K. മാത്യു ഐഫ് എന്ന പൂർണ്ണനാമം വിളിക്കുന്ന EM കോവർ. പ്രമുഖനായ ഒരു മലയാള സാഹിത്യകാരനാണ് EM കോവർ. 23 ഫെബ്രുവരി 1906, 30 ഏപ്രിൽ 1983, 1967 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. K. മാത്യു എന്ന പൂർണ്ണനാമം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ PIN തന്നെ മലയാളത്തിലെ സാഹിത്യകാരൻ PSC. അപ്പം എന്താണ് കേരള സാഹിത്യത്തിൻ്റെ എല്ലാം ഒരു പിന്തുണയുള്ള ആളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമസ്കാരം, PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ പറഞ്ഞത് മലയറ്റൂർ രാമകൃഷ്ണൻ. മലയാളത്തിലെ പ്രസിദ്ധനായ നോവലിസ്റ്റ്. മലയാറ്റൂർ എന്നറിയപ്പെടുന്ന മലയാളി രാമകൃഷ്ണൻ പാലക്കാട് ജില്ലയിലാണ്. ഈ യന്ത്രവേശി, എൻ്റെ IAS ദിനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ. PINത്ത് മലയാളത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായിരുന്ന പത്രോസ് അയ്യോനത്താണ് എന്ന ആൾ PINത്തായി. മലയാളത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായിരുന്നു പത്രോസ് അയ്യോനത്ത്. പിന്നെ PINത്തായി മാറുകയാണ് ചെയ്യുന്നത്.
മലയട്ടൂർ രാമകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ പ്രസിദ്ധനായ നോവലിസ്റ്റാണ് മലയട്ടു എന്നറിയപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത്. ഒരു നോവലിസ്റ്റാണ്. ചെറുകഥാകൃത്തും IAS ഓഫീസറുമായിരുന്നു അദ്ദേഹം. പേരുകൾ യന്ത്രവേശി, IAS ദിനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിരുന്നു. PIയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനായിരുന്നു. പത്രോസ് അയ്യനത്താണ് എന്നിവയാണ് PIയത്ത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം EK കോർ എന്നാണ്. നമസ്കാരം, PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ചെയ്ത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മലയട്ടൂർ രാമകൃഷ്ണൻ, മലയാളത്തെ പ്രസിദ്ധനായ നോവലിസ്റ്റാണ് മലയട്ടൂർ എന്നറിയപ്പെട്ടിരുന്ന മലയട്ടൂർ രാമകൃഷ്ണൻ. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ജനിച്ചു. ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തും IAS ഓഫീസറായിരുന്നു അദ്ദേഹം. വേരുകൾ, യന്ത്രയക്ഷി, എൻ്റെ IAS ദിനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ. ഇങ്ങനെയാണ് മലയാളത്തിലെ പ്രസിദ്ധനായ നോവലിസ്റ്റാണ് മലയട്ടൂർ എന്നറിയപ്പെടുന്ന മലയട്ടൂർ രാമകൃഷ്ണൻ. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ജനിച്ച ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തും IAS ഓഫീസറുമായിരുന്നു അദ്ദേഹം. വേരുകൾ, യക്ഷി, എൻ്റെ IAS ദിനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ. അപ്പം മലയട്ടൂർ രാമകൃഷ്ണൻ എന്തൊക്കെയാണ്? ഒരു നോവലിസ്റ്റാണ്. പാലക്കാട് ജില്ലയിൽ ജനിച്ച ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. പിന്നെ അയാൾ IAS ഓഫീസറും കൂടിയായിരുന്നു. പ്രസിദ്ധ യന്ത്രയക്ഷി, എൻ്റെ IAS ദിനങ്ങൾ മാത്രമാണ്. അപ്പോൾ PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഹൈ ബട്ടൺ അമർത്തുക. ഓക്കെ. രാജലക്ഷ്മി ആത്മനിഷ്ഠയും ഭാവതീവ്രതയുമായ വിഷയമാക്കി കഥകൾ എഴുതിയ കഥാകാരിയാണ്, നോവലിസ്റ്റാണ് രാജലക്ഷ്മി. സ്വന്തം പീഡനങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവരുടെ കൃതികൾ. ജീവിത പ്രശ്നങ്ങൾ മൂലം 34-ാം വയസ്സിൽ രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതും യജ്ഞതീർത്ഥം എന്നാണ് രാജലക്ഷ്മിയുടെ കഥകളെ ഡോക്ടർ ലീലാവതി വിശേഷിപ്പിച്ചത്. അപ്പം രാജലക്ഷ്മിയെ എന്താണ് ആത്മിഷ്ഠയും പൗർതമായ വിഷയമാക്കിയാണ് കഥകളെ എഴുതിയ കഥകാരിയാണ് രാജലക്ഷ്മിയെ കുറിച്ച് ആണ്. അദ്ദേഹം സ്വന്തം പീഡനങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു അവരുടെ കൃതികൾ. ജീവിത പ്രശ്നങ്ങൾ മൂലം 34-ാം വയസ്സിൽ രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തിരുന്നു. ഇപ്പം ഇത്രയുള്ള അടുത്ത വിഷയമായി അടുത്ത വീഡിയോ. ഹലോ, PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ PSC ടോപ്പ് വാച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈൻ ബട്ടൺ അമർത്തുക. അപ്പോൾ കോവിലനാരാണ് മലയാളത്തിലെ മറക്കാൻ കഴിയാത്തൊരു എഴുത്തുകാരനാണ് കോവിലൻ. മലയാളത്തിൽ പ്രസിദ്ധനായ നോവലിസ്റ്റായിരുന്നു കോവിലൻ. ഇന്ന് തുല്യനാമത്തിൽ അറിയപ്പെടുന്ന കണ്ടകശ്ശേരി വട്ടോപ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ 2006 കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരവും മലയാള സാഹിത്യത്തിനുള്ള സമ്പർക്ക സംഭാവനകളും പ്രമാണിച്ച് അദ്ദേഹത്തിന് ലഭിച്ചു. കോവിലിൻ്റെ യഥാർത്ഥ പേര് കണ്ടകശ്ശേരി വട്ടോപ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ്. 2006 കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരവും മലയാള സാഹിത്യത്തിനുള്ള സമഗ്രമായ സംഭാവനകളും പ്രമാണിച്ച് അദ്ദേഹത്തിന് ലഭിച്ചു. ഇതാണ് കോവിലൻ. മലയാളത്തിൽ പ്രസിദ്ധന ഒരു നോവലിസ്റ്റായിരുന്നു കോവിലൻ. തുല്യനാമമാണ്. അപ്പം അടുത്ത ദിവസം വീഡിയോ. ഓക്കെ. ഹലോ, നമസ്കാരം. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലെ എഴുത്തുകാരെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പൂഞ്ഞിക്കര റാഫി എന്ന മലയാളത്തിലെ എഴുത്തുകാരൻ. മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചരിത്ര ഗവേഷണമായിരുന്നു പൂഞ്ഞിക്കര റാഫി. 1924 പൂഞ്ഞിക്കര റാഫി 1992 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം പൂഞ്ഞിക്കര റാഫിയെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചരിത്ര ഗവേഷകനുമായിരുന്നു പൂഞ്ഞിക്കര റാഫി. 1924 1992 കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞത് വെട്ടൂർ രാമൻ നായർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം.
നമസ്കാരം. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈം ബട്ടൺ അമർത്തുക. PSC ടോപ്പ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം വെട്ടൂർ രാമൻ നായർ മലയാളത്തിലെ ഒരു സാഹിത്യകാരനായിരുന്നു. വെട്ടൂർ രാമൻ നായർ പാക്കനാർ വിനോദ മാസികയുടെ സ്ഥാപകൻ പത്രാധിപരാണ്. ഇദ്ദേഹം പാലാ സാഹിത്യ സമിതിയുടെ സ്ഥാപകൻ അധ്യക്ഷനുമാണ് രാമൻ നായർ. അപ്പം നേരത്തെ പറഞ്ഞത് ചെറുകാടായിരുന്നു. മലയാളത്തിൽ നോവലിസ്റ്റ്, നാടകത്തും കമ്മ്യൂണിസ്റ്റുകാരനും രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു എഴുത്താനാണ് ചെറുകാട്. അപ്പോൾ ഇപ്പം വെട്ടൂർ രാമനായരെ കുറിച്ചാണ്. മലയാളത്തിലൊരു സാഹിത്യകാരനായിരുന്നു വെട്ടൂർ രാമനായർ. പാകനാർ വിനോദ മാസികയുടെ സ്ഥാപകനും പത്രാധിപരാണ്. ഇദ്ദേഹം പാലാ സാഹിത്യ സമിതിയുടെ സ്ഥാപകൻ അധ്യക്ഷനുമാണ് രാമൻ നായർ. അപ്പം അടുത്ത വീഡിയോയിലേക്ക് അടുത്ത ദിവസം ഓക്കെ, ബൈ. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, ലൈം ബട്ടൺ ഇപ്പം തന്നെ ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത് ചെറുകാട് മലയാളത്തിലെ നോവലിസ്റ്റും നാടകകൃത്തും കമ്മ്യൂണിസ്റ്റ് സഹായയാത്രികനും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ നായകനുമായിരുന്നു. ചെറുകാട് എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ പിഷാരടി പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ മലയാള വിഭാഗത്തിൽ അധ്യാപകനുമായിരുന്നു. പരമ്പരാഗത രീതിയിൽ സംസ്കൃതവും വൈദ്യവും പഠിച്ച ഗോവിന്ദൻ പിഷാരടി പ്രൈമറി സ്കൂൾ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനത്തെ തുടർന്നു സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ജീവിതപരം എന്ന ആദ്യ കഥയ്ക്കാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മലങ്കടൻ എന്ന പേരിൽ ഹാസ്യ കവിതകൾ എഴുതിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ചെറുകാടിനെ കുറിച്ചും. അടുത്ത വീഡിയോ. നമസ്കാരം. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞവട്ടം പറഞ്ഞത് MB നാരായണപിള്ള മലയാളത്തിലെ എഴുത്തുകാരനാണ്. ഇപ്പം പറയാവുന്നത് കൈനക്കര പത്മനാഭപിള്ള മലയാള നാടകകൃത്തും രാഷ്ട്രീയ ചിന്തകനും പത്രാധിപരും ആയിരുന്നു. കൈനക്കര പത്മനാഭപിള്ള നാടകകൃത്തും രാഷ്ട്രീയ ചിന്തകനും പത്രാധിപരും ആയിരുന്നു കൈനക്കര പത്മനാഭപിള്ള. ഇത്രയും 3 വരികളേ ഉള്ളൂ അദ്ദേഹത്തെക്കുറിച്ച്. അപ്പം തന്നെ PSC ടോപ്പ് വാച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുക, ഞാൻ അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പം തന്നെ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടി പഠിക്കുക മറക്കരുത്. ബൈ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം. ഓക്കെ, ബൈ. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MB നാരായണപിള്ള എന്ന മലയാളത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനും പത്രപ്രവർത്തകനും സാമൂഹിക നായകനുമായിരുന്നു MB നാരായണപിള്ള. നാണപ്പൻ എന്ന സ്നേഹത്തോടെ അറിയപ്പെട്ടിരുന്നു അദ്ദേഹം. പേരൂരിന് അടുത്തുള്ള പുല്ലൻവെളിയിൽ ജനിച്ചു. അലഹാബാദ് സർവകലാശാലയിൽ നിന്നും കാർഷിക സാത്രിക ബിരുദത്തിന് നേടിയതിനു ശേഷം അദ്ദേഹം ദില്ലിയിലെ കിഴക്കൻ ജർമ്മൻ എംബസിയിൽ ടെലിഫോൺ ഓപ്പറേറ്റർ ആയി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അതിനുശേഷം ഒരു സാമ്പത്തിക വിദഗ്ധനായി ദേശീയ ആസൂത്രണ കമ്മീഷനായി അദ്ദേഹം 5 വർഷം ജോലി ചെയ്തു. ഈ സമയത്താണ് തൻ്റെ സാഹിത്യ ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇദ്ദേഹം സാഹിത്യ ജീവിതം ആരംഭിക്കുന്നതാണ് ഇന്നത്തെ പറയുന്നത്. പാരകാരൻ പത്രപ്രവർത്തനം. PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുക, അപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു തരാം. അറിയാമെങ്കിൽ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ അറിഞ്ഞുകൂടെന്ന് പറയും. ഓക്കെ, അന്നേരം ഞാൻ ഇവിടെ പറയുന്നത് സക്കറിയാണ്. മലയാളത്തിലെ ചെറുകഥാകൃത്തുമായ നോവലിസ്റ്റ് സക്കറിയ. അപ്പോൾ സക്കറിയ അയാളുടെ യഥാർത്ഥ പേര് പോൾ സക്കറി എന്നാണ്. നല്ല കഥകൾ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധമായ കഥകളാണ് അങ്ങേരുടെ. ആ കഥ വായിക്കുമ്പോൾ നമ്മൾ ഇരുന്നൊക്കെ പോകും. അപ്പം അങ്ങേരെ 2 വരി മാത്രമേ എനിക്കിപ്പം കിട്ടിയിട്ടുള്ളൂ. നേരത്തെ നമ്മൾ വൈക്കം വിഷയനെ കുറിച്ച് പറഞ്ഞു. മലയാളത്തിലെ സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. അപ്പം ഇത്രയുള്ളൂ. അപ്പം സക്കറിക്ക് ഇപ്പോൾ 79 വയസ്സുണ്ട്. മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റും പോൾ സക്കറി എന്നാണ് അങ്ങനെ യഥാർത്ഥ പേര്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.
ഹലോ നമസ്കാരം, BSc ടോപ്പോച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളത്തിലെ ഒരു നോവലിസ്റ്റും കഥാകൃത്തും ചലച്ചിത്രകാരനും എന്ന നിലകളിൽ അറിയപ്പെടുന്ന സാത്രമാസിക പത്രാവലി സമിതിയുമായി അംഗമായ ജോലി ചെയ്യുന്ന ഇദ്ദേഹം പത്രപ്രവർത്തനം എഴുത്ത മുഖ്യ കർമ്മ മണ്ഡലമാക്കിയ ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര സമിതി നൽകുന്ന മൂർത്തിദേവി പുരസ്കാരം 2013 ലഭിച്ചിരിക്കുന്നു. മലയാളത്തിലെ എഴുത്തുകാരനാണ്. മലയാളത്തിലെ നോവലിസ്റ്റും കഥാകൃത്തും ചലച്ചിത്രകാരനും എന്ന നിലയിൽ അറിയപ്പെടുന്നു. സാത്രമാസിക പത്രാവലി അംഗമായും ജോലി ചെയ്ത ഇദ്ദേഹം പത്രപ്രവർത്തനം എഴുത്തുകാരനും മുഖ്യ കർമ്മ മണ്ഡലമാക്കി ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര സമിതി നൽകുന്ന മൂർത്തിദേവി പുരസ്കാരം 2013 ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച്. ഇനി അടുത്ത വീഡിയോ ഓക്കെ ബൈ. നമസ്കാരം, BSc ടോപ്പോച്ച് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത്. മലയാള നോവലിസ്റ്റ്, കഥാകൃത്ത്, സ്വാതന്ത്ര്യ സമര സേനാനി, ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1982 ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി. അതിൽ 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്നും അദ്ദേഹം വിശേഷിക്കപ്പെടുന്നു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. എന്തൊക്കെയാണ്? ഇന്ത്യൻ ഗവൺമെൻറ് 1982 ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹം പത്മശ്രീ പുരസ്കാരം നൽകിയിട്ടുണ്ട്. ആദരിച്ചിട്ടുണ്ട്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണെന്നും അദ്ദേഹം വിശേഷിക്കപ്പെടുന്നതും ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അറിയപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ. നമസ്കാരം, BSc ടോപ്പോച്ചിലേക്ക് എല്ലാവർക്കും സാധിക്കും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒക്കെ ഇപ്പം മലയാളത്തിലൊരു പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് സേതു. ഒരു മലയാള സാഹിത്യകാരനായ സേതു എന്ന സേതു മാധവൻ രണ്ടാം ബാല്യ സാഹിത്യ കൃതികളിൽ ഉൾപ്പെട്ട 40ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. കൈമുത്ര സേതു മാധവൻ എഴുതിയ ഒരു നല്ലൊരു നോവലാണ് കൈമുത്ര. അതിലെ കഥാപാത്രത്തിനൊക്കെ നല്ലൊരു വ്യത്യാസരഹിതമായിട്ടുള്ള ഉണ്ട്. ആ നോവൽ വായിച്ചവർക്ക് അതിനെക്കുറിച്ച്, കൈമുത്രയെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യമുള്ള കഥകളാണ്. നല്ല കഥയാണ്. ഓക്കെ, ഇപ്പം BSc ടോപ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ. സേതു എന്ന എഴുത്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം വൈക്കം മുഹമ്മദ് ബഷീർ. എല്ലാവർക്കും BSc ടോപ്പോച്ചിലെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയുന്നത് ആനന്ദ്, പ്രശസ്തനായ ഒരു മലയാളം നോവലിസ്റ്റ് എഴുത്തുകാരനാണ് ആനന്ദ്. എന്നറിയപ്പെടുന്ന P. സച്ചിദാനന്ദ് 1936 ഇരിങ്ങാലക്കുടയിലാണ് ജനിച്ചത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയർ ബിരുദം. 4 കൊല്ലത്തോളം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ പ്ലാനിംഗ് ഡയറക്ടറായി വിരമിച്ചു. ശില്പകലകളിലും താൽപര്യനായ ആനന്ദിൻ്റെ പല നോവലുകളിലും മുഖചിത്രമായി അദ്ദേഹം നിർമ്മിച്ച ശില്പങ്ങളുടെ പോട്ടയമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2016 കൊച്ചിയിൽ മുസീർസ് വിനയിലെ അദ്ദേഹം ശില്പഭാഗങ്ങൾ പ്രസിദ്ധീകരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം. ഓക്കെ ബൈ. ഹലോ, എല്ലാവർക്കും BSc ടോപ്പോച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ BSc ടോപ്പോച്ച് സ്ഥിതി ഇപ്പം തന്നെ കമൻറ്റും ലൈവായിട്ടാണ്. VKN സവിശേഷമായ ഒരു രചനശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൻ്റെ വേറിടുന്ന വ്യക്തിയായിരുന്നു വടക്കേക്കുട്ടിലെ നാരായണൻ കുട്ടി നായർ അഥവാ VKN. ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ എഴുത്തുകാരൻ ആർക്കും അനുകരിക്കാനാവാത്ത വഴികളിലാണ് അക്ഷരസഞ്ചാരം നടത്തിയത്. സുസ്ഥകാസത്തിൻ്റെ പുത്തിരി വട്ടത്തിൽ മാറിയിരുന്ന ചുറ്റുപാടുകൾ നോക്കിയാണ് ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന മലയാള സാഹിത്യത്തിൽ അനുസരണമാക്കിയത്. നോവലുകളുടെ 25ലേറെ കൃതികൾ VKN എഴുതിയിട്ടുണ്ട്. 2 നോവലുകൾ കഥയായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷകളിലും
ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ ഫോളോ ചെയ്യുക, ലൈവ് കമൻറ്റ് ചെയ്യുക. അപ്പം മലയാളത്തിലെ ഏറ്റവും നല്ല മികച്ച മലയാള എഴുത്തുകാരനാണ് പൂനത്ത് കുഞ്ഞത്തുപിള്ള. പൂനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തെ പ്രശസ്ത സാഹിത്യകാരനും കർമ്മം കൊണ്ട് ഡോക്ടറുമായിരുന്നു പൂനത്ത് കുഞ്ഞത്തുപിള്ള. 1940 ഏപ്രിൽ 3 വടകരയ്ക്കടുത്ത് മടപ്പള്ളിയിലെ സൈനുടെയും മാമൂൻ്റെയും മകനായി ജനിച്ചു. തലശ്ശേരി വെണ്ണൂർ കോളേജിൽ നിന്നും ബിരുദവും ഹാലൻഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്നും MBBS നേടിയിരുന്നു. കുറച്ചുകാലം സൗദി അറേബ്യയിലും ദാം എന്ന സ്ഥലത്ത് ജോലി ചെയ്തു. വടകരയിലെ അൺമുഖ് ഹോസ്പിറ്റലിൽ നടന്നിരുന്ന 3 മക്കളുടെ ഏകകാലമായി അസുഖമായി ചികിത്സയായിരുന്നു കുഞ്ഞത്തുപിള്ള. 2017 ഒക്ടോബർ വെള്ളിയാഴ്ച രാവിലെ 7 കോഴിക്കോട് വെവ്വേറെയിൽ ആശുപത്രിയിൽ അന്തരിച്ചു. ഇതിനുള്ള ഹലോ നമസ്കാരം, PSC ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഉറൂവാറാണ്. PC കുട്ടികൃഷ്ണനാണ് ഉറൂവ്. ഇപ്പം പറയാൻ പോകും, മലയാളത്തിലെ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്നു ഉറൂവ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന PC കുട്ടികൃഷ്ണൻ സ്ത്രീപക്ഷപാതി കവി, ഉപന്യാസകാരൻ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിൽ 25 വർഷത്തോളം പ്രവർത്തിച്ചു. പല ജനപ്രിയ പരിപാടികളുടെയും നിർമ്മാതാവായിരുന്നു അദ്ദേഹം. അപ്പം ഉറൂവിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞാൽ PC കുട്ടികൃഷ്ണൻ എന്ന തുല്യനാമമുള്ളതാണ് ഉറൂവ്. പക്ഷപാതി കവി, ഉപന്യാസകാരൻ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത് എന്ന നിലയിലും ആകാശവാണി 25 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ജനപ്രിയ പരിപാടിയിൽ നിർമ്മാതാവായിരുന്നു. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അടുത്ത വീഡിയോ ഓക്കെ.